ഇപ്പോൾ വോട്ടർമാരൊക്കെ ഓരോരുത്തരും അവിടെ എത്തിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ എത്തിയത് ആരാണ്? അപ്പോൾ അവരുടെ അടുത്തല്ലേ ആദ്യം സംസാരിക്കട്ടെ. ആദ്യം പോയി 7 മണിക്ക് ആദ്യം പോയി വോട്ട് കൊത്തുന്നത് അവരായിരിക്കും. അപ്പോൾ വോട്ടർമാരൊക്കെ എന്ത് പറയുന്നു? പൂജാമൂർത്തി, ഏതായാലും മോക്ക് പോളിംഗ് പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ. അതിനിടെ തന്നെ 4 പേർ ഏതായാലും വോട്ട് ചെയ്യാൻ വരി നിൽക്കുന്നുണ്ട്. കോട്ടുള്ളി സ്കൂളിലെ 164 നമ്പർ ബൂത്തിലാണ്. വലിയ ആവേശത്തിലാണ് നാട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഏകദേശം 1 മണിക്കൂറോളം തന്നെ വരി നിൽക്കേണ്ടതായുണ്ട് ഈ 4 പേർക്കും. പക്ഷേ കുഴപ്പമില്ല, അതിൽ നിന്ന് വോട്ട് ചെയ്ത് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 4 പേർ വരിയിൽ നിൽക്കുന്നത്. ചേട്ടാ നമസ്കാരം. 7 മണിക്കാണല്ലോ പോളിംഗ് തുടങ്ങുക. അത്ര നേരത്തെ തന്നെ കാരണം? എനിക്ക് ജോലിക്ക് പോകാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ എനിക്ക് പോകാം. ഞാൻ എല്ലാം കറക്റ്റിൻ്റെ ആളാണ്. എല്ലാം കറക്റ്റാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. എന്തും കാര്യം കറക്റ്റാണ് എൻ്റെ കാര്യം. എല്ലാം ആദ്യമേ ചെയ്യണം. അതെ, ഇത് ഇയാൾക്കറിയൊക്കെ എൻ്റെ കാര്യമൊക്കെ ഇയാൾക്കറിയാം. ചേട്ടൻ്റെ പേരെന്താ? ബാബുരാജ്. ബാബുരാജേട്ടനാണ് അപ്പോൾ ഈ 164 ബൂത്തിലെ ആദ്യ വോട്ടറാകുക. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ എല്ലാ തെരഞ്ഞെടുപ്പിലും? ചില സമയത്ത് ചില സാഹചര്യത്തിൽ അങ്ങനെ. ഞാൻ നടക്കുന്നതാണ് രാവിലെ. അപ്പോൾ കൂടുതൽ ഇത് വന്ന് പരിപാടി കഴിച്ചാൽ മുമ്പേ ഡ്യൂട്ടി കഴിഞ്ഞ് അതിൻ്റെ കാര്യം എല്ലാം ഞാൻ അങ്ങനെ കറക്റ്റാണ്. ഉത്തരവാദിത്വം പൂർത്തിയാക്കി. അതാണ്. ഇത് നമ്മൾ അയൽവാസിയാണ്. ഒരുമിച്ചിറങ്ങിയതാ? അല്ല, വോട്ട് ചെയ്തതിന് ശേഷം ജോലിക്ക് പോകണം എന്നുള്ള ഏകദേശം 1 മണിക്കൂറോളം നിൽക്കണമല്ലോ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മളെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ അവകാശം. അതെ. എന്റെ നാടിന്റെ ഒരു ചൂടൊക്കെ, ഇലക്ഷൻ ചൂട് കുഴപ്പമില്ല, ആവേശം തന്നെയാണ്. കോട്ടുള്ളി എന്ന് പറയുന്നത് ഒരു ആവേശ സ്ഥലം തന്നെ. ചേട്ടാ ഗുഡ് മോർണിംഗ്. വരിയിൽ നിൽക്കുകയാണ്. ഇതിനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറോളം തന്നെ നിൽക്കണം. സ്ഥിരമായിട്ട് നേരത്തെ വരണം. രാവിലെ വന്ന് 6 മണിയാകുമ്പോഴത്തേനെ വിട്ടത് വന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാ? അങ്ങനെയാണ്, നേരത്തെ വരണം. ഇത് കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടോ? പിന്നെ പാർട്ടി വർക്ക് ഉണ്ടാവുന്നു. വോട്ട് ചെയ്തതിന് ശേഷം ഇനി വർക്കിലേക്ക് പോകണം. ഇന്ത്യൻ സ്ഥിതി അതന്നെ. ഞങ്ങൾ രണ്ടാം കൂടി തന്നെ വരല്. എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്? നമ്മളെ ബേസിലാണ്. ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകാനുണ്ടോ? എന്താ ചെയ്യുന്നത്? ടൈലർ വർക്കാണ്. ഇത് എൻ്റെ പഠിച്ച സ്കൂളാണ്. ഞാൻ പണിയെടുത്തതാണ്. ഞങ്ങളെ പഠിച്ചതും പണിയെടുത്തതും ഏതായാലും അത് തന്നെയാണ്. ജോലിക്ക് പോകാനുള്ളവരും ഒക്കെ തന്നെയാണ്. ആദ്യമേ വോട്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ ഉത്തരവാദിത്വം, നാടിനു വേണ്ടിയുള്ള കടമ നിർവഹിക്കുന്നു, അതിനുശേഷം സ്വന്തം കാര്യങ്ങളിലേക്ക് പോകുന്നു. നമ്മളൊക്കെ വലിയ അഭിമാനത്തോടെ പറയുന്ന ഇതാണ് ഒരു കാര്യമാണ് രാഹുൽ. നമ്മൾ ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഇത്രയും ഉത്തരവാദിത്വത്തോടെ വരുന്ന മനുഷ്യർ വേറെയുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് രാഹുൽ.